അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. ഇതൊരു ജീവിത കഥയാണ്. നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് ജീവിത കഥകൾ ഞാൻ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. അവിശ്വസനീയമായ കഥകൾ. ഒരു മനുഷ്യൻ്റെ ജീവിത കഥ, ആർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത കഥ. ജീവിത കഥ കേൾക്കാൻ നല്ല രസമാണ്, പക്ഷേ അത് അനുഭവിച്ചവർക്കേ അതിൻ്റെ വേദന മനസ്സിലാവുകയുള്ളൂ. നമ്മൾ പറഞ്ഞ കഥകളൊക്കെ നമ്മുടെ തന്നെ ജീവിതവുമായി ബന്ധപ്പെട്ട കഥകളാണ്. നമ്മളോട് മറ്റൊരാൾ പറഞ്ഞ കഥകൾ. ഈ ഒരു കഥ കേട്ടപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും വിശ്വാസം വന്നില്ല. അവിശ്വസനീയമായ കഥ, സംഭവിക്കാൻ പാടില്ലാത്ത സംഭവം. അങ്ങനെയൊക്കെയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്നും അതറിയായിട്ടാണ്. ഞാനൊരു കഥ നിങ്ങളോട് പറയുമ്പോൾ ആ കഥ ഞാൻ ആദ്യം പറയുക എൻ്റെ വൈഫിനോടാണ്. ഈ ഒരു കഥ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞപ്പോൾ അവളും വിശ്വസിച്ചില്ല. അങ്ങനെ ഈ കുട്ടി തന്നെ പറയുന്ന ഒരു വീഡിയോ അവൾക്ക് കാണിച്ചു കൊടുത്തപ്പോഴാണ് അവൾ ഞെട്ടിപ്പോയത്. ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കും കാണിക്കാം. വീഡിയോയുടെ അവസാനം ഉമ്മയുടെ ഭർത്താവിനോടൊപ്പം സെക്സ് ചെയ്യേണ്ടി വന്ന ഒരു മകളുടെ അവസ്ഥ. അതിന് കൂട്ടു നിന്നു കൊടുക്കുന്നതോ പെറ്റ ഉമ്മ തന്നെ. ആരാണ് പിന്നെ വിശ്വസിക്കുക അല്ലേ? വിശ്വസിക്കില്ല സ്വന്തം പെറ്റ ഉമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന്. ഇത് കഥയല്ല, ജീവിതമാണ്. അവസാനം നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ ഇനി ആരെയാണ് വിശ്വസിക്കേണ്ടത്. നമുക്ക് സംരക്ഷണം തരേണ്ട ആൾ തന്നെ ഇങ്ങനെയാകുമ്പോൾ യാ അല്ലാ, പടച്ചറബ് നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. പെറ്റുമ്മയുടെ കാൽച്ചുവട്ടിലാണ് നമ്മുടെയൊക്കെ സ്വർഗം എന്ന് പഠിച്ചു വളർന്ന മക്കളാണ് നമ്മളൊക്കെ. സ്വന്തം മകളെ രണ്ടാം ഭർത്താവ് ലൈംഗികമായി ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ കഴിയുമെന്ന് പറഞ്ഞ് കയ്യും കാലും പിടിച്ചു വെച്ചു കൊടുക്കുന്ന ഉമ്മ. 6 വയസ്സിൽ തുടങ്ങിയ പീഡനമാണ്, അതും പെറ്റ തള്ളയുടെ അറിവോടെ. ആ 6 വയസ്സുകാരിക്ക് എല്ലാം അറിയാം. ഇതെൻ്റെ പ്രൈവറ്റ് പാർട്സാണ്, ഇതാർക്കും കാണിച്ചു കൊടുക്കാനുള്ളതല്ല, ഇതാരെയും തൊടിപ്പിക്കാനുള്ളതല്ല എന്ന്. ഓരോ തവണയും വേണ്ടെന്ന് പറഞ്ഞ് കരയുമ്പോൾ സ്വന്തം ഉമ്മ തന്നെ അയാൾക്ക് പിടിച്ചു വെച്ചു കൊടുക്കുകയാണ്. പക്ഷേ പാവം കുട്ടി, ഈ ലോകത്ത് ആ കുട്ടിക്ക് ഉമ്മയല്ലാതെ മറ്റാരുമില്ലായിരുന്നു. എന്താണ് ചെയ്യേണ്ടതെന്നോ ഇതാരോട് പറയണമെന്നോ ആ പാവം കുട്ടിക്കറിയില്ല. ആരും പറയാനും കേൾക്കാനും ആരുമില്ല. പ്രിയപ്പെട്ടവരെ, ഈ പെൺകുട്ടിയുടെ വാക്കുകൾ കേട്ടപ്പോൾ തൊലി പറയുന്ന വേദനയാണ് എനിക്കുണ്ടായത്. ഉമ്മയെന്ന ആ ഒരു പദത്തിന് അപമാനകരമായ ആ ഒരു സ്ത്രീയെക്കുറിച്ച് ഓർത്തപ്പോൾ തൊണ്ടയിൽ നിന്നും കയ്പ് നീരാണ് വന്നത്. കുട്ടിയുടെ പ്രൈവറ്റ് പാർട്ടിൻ്റെ ഫോട്ടോ എടുത്ത് ആസ്വദിക്കുന്ന രണ്ടാം ഭർത്താവ്. കുട്ടി വിസമ്മതിച്ചപ്പോൾ ഉമ്മയോട് എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ആ ഉമ്മ ചോദിച്ചത്, അതിനെന്താ മോളെ, കുറച്ച് സമയമല്ലേ എന്നും പറഞ്ഞ് ആ പാവം കുട്ടിയുടെ കൈയും കാലും പിടിച്ചു വെച്ചു കൊടുക്കുന്ന ഉമ്മ. പ്രിയപ്പെട്ടവരെ, ഇതാണ് കഥ. ഇത് നമ്മൾ ആരെ കുറ്റം പറയണമെന്ന് എനിക്കറിയില്ല. ഇവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്താണ് കാരണം? എല്ലാത്തിനും ഒരു കാരണമുണ്ടാവുമല്ലോ. ഈ കുടുംബത്തിലേക്ക് നമുക്ക് കയറി ചെന്ന് നോക്കിയാലോ, ഇവരെങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലായതെന്ന്. ഇവരുടെ വലിയൊരു തറവാടായിരുന്നു, നല്ല അലമ്പുള്ള എന്നും പ്രശ്നമുള്ള ഒരു തറവാട്. ഒരു വലിയൊരു കൂട്ടുകുടുംബമായിരുന്നു. ആ ഒരു കുടുംബത്തിലെന്നും പ്രശ്നമായിരുന്നു, അതും സ്വത്തിനെ ചൊല്ലി. ചെറുപ്രായത്തിലെ പ്രശ്നങ്ങൾ കണ്ട് വളരുന്ന ചെറിയ 2 മക്കൾ, ഇവരുടെ പൊന്നോമന മക്കൾ. മൂത്തത് ആൺകുട്ടി, ഇളയതൊരു പെൺകുട്ടി. 3 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഇതൊക്കെ അനുഭവിച്ച ഈ ഒരു പെൺകുട്ടിയുടെ ഇപ്പോഴുള്ള പ്രായം അവൾക്ക് വെറും 5 വയസ്സായിരുന്നു. ആ മക്കളുടെ ഓർമ്മ വെച്ച കാലത്തെ അവരുടെ ഉപ്പയെ അവർക്കറിയില്ല. ഉമ്മയും ഉപ്പയും തമ്മിൽ ഡിവോഴ്സ്ഡ് ആയിരുന്നു. അങ്ങനെ വലിയൊരു പ്രശ്നം നടക്കുന്ന ഒരു കുടുംബമായിരുന്നു അത്. സ്വത്ത് പ്രശ്നത്തിൻ്റെ ഇടയിൽ ഇവരുടെ കാരണവറായ, ഇവരുടെ മാമനായ ആ ഒരു മനുഷ്യൻ കള്ളരേഖകൾ ഉണ്ടാക്കി ഇവരുടെ സ്വത്തുക്കളൊക്കെ ഒറ്റയ്ക്ക് സ്വന്തമാക്കുകയാണ്. അങ്ങനെ ആ കുടുംബത്തിൽ ആർക്കും ഒരു അവകാശവും ഇല്ലാതായി പോവുകയാണ്. ഈ ഉമ്മക്കും മക്കൾക്കും പറയാൻ ആരുമില്ല. ഭർത്താവിൻ്റെ വീടുമായി പ്രശ്നത്തിലാണ്, ഭർത്താവുമായി ഡിവോഴ്സിൻ്റെ വക്കിലാണ്. എല്ലാം കൊണ്ടും പ്രശ്നമാണ്. 2 മക്കളാണ്. എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്നും ഇറങ്ങണമെന്നായിരുന്നു പ്രശ്നം. സ്വത്തും വീടുമൊക്കെ കാരണവരുടെ പേരിലായി. ഇനി എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയേ മതിയാകൂ. എവിടേക്ക് പോകും ഈ ചെറിയ മക്കളെയും കൊണ്ട്? മക്കൾ മാത്രമല്ല, ഈ മക്കൾക്കൊരു ഉമ്മുമ്മ കൂടിയുണ്ട്, രോഗാവസ്ഥയിലായ ഒരു ഉമ്മുമ്മ. അങ്ങനെ ആ വീട്ടിൽ നിന്നും ഇവർ അടിച്ച് പിരിയുകയാണ്. റോഡിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ വരികയാണ്. എവിടേക്ക് പോകും? ആരോട് സഹായത്തിന് ചോദിക്കും? സഹായം ചെയ്ത് കൂടെ നിൽക്കേണ്ട സ്വന്തം ഭർത്താവ് ഡിവോഴ്സിൻ്റെ വക്കിലാണ്. ആ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഈ ഒരു പ്രശ്നവും. പെരുവഴിയിലായി ഉമ്മയും മക്കളും ആ ഉമ്മുമ്മയും. അങ്ങനെ ഓരോ ദിവസവും കുടുംബത്തിലെ ഓരോ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് നാളുകൾ അവരുടെ ജീവിതം അങ്ങ് കഴിഞ്ഞുപോയി.
ഇത് ഒരുപാട് കാലം നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കില്ലല്ലോ. എത്ര എന്ന് വെച്ചിട്ടാണ് ഇതുപോലെ ജീവിക്കുക. അങ്ങനെ ഈ കുട്ടിയുടെ ഉമ്മ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും നന്നായി പാചകം ചെയ്യുമായിരുന്നു. നന്നായി ജോലി ചെയ്യേണ്ട മനസ്സും ആ കുട്ടിയുടെ ഉമ്മക്കുണ്ടായിരുന്നു. അങ്ങനെ ഇവരൊരു വാടക വീടെടുത്ത് അവിടേക്ക് താമസം മാറുകയാണ്. ചിലവിന് വേണ്ടി ഉമ്മ ജോലിക്ക് പോകാൻ തുടങ്ങി. പല അടുക്കളകളിലായി ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പാചകം ചെയ്തും മറ്റുള്ളവരുടെ വീട്ടിലെ അടുക്കളയിൽ ജോലി ചെയ്തും ഇവരുടെ ജീവിതം അങ്ങ് മുന്നോട്ട് പോയി. അങ്ങനെ ഈ മോള് 4-ാം വയസ്സിലായപ്പോഴാണ് ഉമ്മ ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഇതാണ് മക്കളെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആള്. നമുക്ക് ചിലവിന് തരുന്നതും നിങ്ങളെ നോക്കുന്നതും ഇവരാണ്. നിങ്ങൾ ഉപ്പയെ പോലെ ഇവരെ കാണണം. ഇനി നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇവർ നോക്കിക്കോളും. അങ്ങനെ പറഞ്ഞ് ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അതാണ് ഉമ്മയുടെ 2-ാം ഭർത്താവ്. എവിടെ നിന്ന് കിട്ടി എന്നൊന്നും നമുക്കറിയില്ല. ജീവിതം വഴിമുട്ടിയപ്പോൾ ചിലപ്പോൾ തോന്നിയതാവാം. അപ്പോൾ ചെറിയ മക്കളല്ലേ, എല്ലാം സമ്മതിച്ചു. നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളല്ലേ, നമുക്ക് റെസ്പെക്റ്റ് കൊടുക്കാം, ഓക്കെ കുഴപ്പമില്ല എന്ന മട്ടിലായിരുന്നു മക്കൾ. അങ്ങനെ കുറേ നാൾ ജീവിച്ചപ്പോൾ ഈ മോള് 6-ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഉമ്മയുടെ ഭർത്താവ് ഗൾഫിലേക്ക് പോയി. അങ്ങനെ ഗൾഫിൽ പോയ സമയം ഇയാൾ എന്നും വിളിക്കുമായിരുന്നു ഈ മോളെ. സുഖം തന്നെയല്ലേ മോളെ, എന്തുണ്ട് വിശേഷം, ചോദിച്ചത് തന്നെ റിപ്പീറ്റ് ചെയ്ത് അയാൾ ചോദിക്കുമായിരുന്നു. അങ്ങനെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഇയാൾ ഫോൺ ചെയ്യുകയാണെങ്കിൽ ഈ കുട്ടിയോട് ചോദിക്കുമത്രേ, നിന്റെ ഡ്രസ്സൊന്ന് മാറ്റുമോ, നിന്റെ ഡ്രസ്സിൻ്റെ ബട്ടണൊന്ന് അയക്കുമോ എന്നൊക്കെ ഇയാൾ ചോദിക്കുമായിരുന്നു അത്രേ ഈ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട്. ആ കുട്ടിക്കറിയാം ഇതെൻ്റെ പ്രൈവറ്റ് ആണെന്നും ഇതാർക്കും കാണിക്കാൻ പാടില്ല എന്നും ആ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അറിയാമായിരുന്നു. ആ കുട്ടി അതൊക്കെ വിസമ്മതിച്ചു, പറ്റില്ല എന്ന മട്ടിൽ. അങ്ങനെ അയാളോട് ഈ കുട്ടി പറഞ്ഞു അത്രേ, ഞാൻ ഇതൊക്കെ ഉമ്മയോട് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ സഹി കെട്ടപ്പോൾ ഈ കുട്ടി സംഭവമൊക്കെ ഉമ്മയോട് പറഞ്ഞു. ഉമ്മ അതൊന്നും വിശ്വസിച്ചില്ല. അയാൾ അത്രക്കാരനൊന്നല്ല, അയാൾ അങ്ങനൊന്നും ചോദിക്കില്ല, നീ ചുമ്മാ പറയുന്നതാണെന്ന്. അയാൾ ഈ കുട്ടിയോട് പറയാണ്, നിന്റെ പ്രൈവറ്റ് പാർട്ടിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാൻ. അതാണ് ആ മോള് ഉമ്മയോട് പറഞ്ഞത്. ഉമ്മ അത് കേട്ടതും വിശ്വസിച്ചില്ല എങ്കിലും അയാളെ വിളിച്ച് ഒരുപാട് വഴക്ക് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആ കുട്ടിക്ക് സമാധാനമായി, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന്. അവിടെ ആ ഒരു പ്രശ്നം നടന്നതും പിന്നെ ഇയാൾ കുറേ നാളത്തേക്ക് വിളിച്ചില്ല, ഒരു അഡ്രസ്സുമില്ല പിന്നെ അയാളത്. അങ്ങനെ ഉമ്മ മോളെ വിളിച്ച് പറയാണ്, മോളെ നീ എല്ലാം മനസ്സിലാക്കണം, നമുക്കിനി ആരുമില്ല ചോദിക്കാനും പറയാനൊന്നും. ഉപ്പയാണെങ്കിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക്. നിങ്ങളെ നോക്കണം, ഉമ്മുമ്മക്ക് മരുന്ന് വാങ്ങിക്കണം, അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങൾ. സ്ഥലത്തിൻ്റെ കേസ് നടത്തണം. നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അയാളാണ്. അയാളെയും നമ്മൾ പിണക്കി വിട്ടാൽ നമ്മൾ നാളെ റോഡിലിറങ്ങേണ്ടി വരും. നമുക്ക് വേണ്ടി സംസാരിക്കാനോ നമുക്ക് പറയാനോ ഇവിടെ ആരുമില്ല, എല്ലാവരുമായി പിണക്കത്തിലാണ്. അങ്ങനെ ആ കുട്ടിയോട് പറയുകയാണ്. അങ്ങനെ ഈ ഒരു കുട്ടി ഉമ്മയിൽ നിന്നും ഈ ഒരു വാക്ക് കേട്ടതും ഞെട്ടിപ്പോയി. നമുക്ക് സംരക്ഷണം നൽകേണ്ട ഒരു ഉമ്മ തന്നെയാണല്ലോ ഇത് പറയുന്നത് എന്നോർത്ത്. ഒരിക്കലും ആ കുട്ടിക്ക് ഇത് ഉൾക്കൊള്ളാനായില്ല. പക്ഷേ ഈ ഉമ്മയുടെ ആ വാക്കുകൾ കേട്ട്, ഒരു ഫോട്ടോയല്ലേ, മുഖം കാണില്ലല്ലോ, അതങ്ങ് അയച്ചു കൊടുത്തേക്ക്, അയാൾ അത് കണ്ട് ഡിലീറ്റ് ചെയ്തോളും, വളരെ നിസാരമായി ആ മോളോട് പറഞ്ഞു. ആ ഉമ്മക്ക് ആ സമയത്ത് ഒരുപാട് വിഷമമുണ്ടായിരുന്നു അത്രേ. അങ്ങനെ ഉമ്മ തന്നെ ആ കുട്ടിയുടെ ഡ്രസ്സ് നീക്കി ഫോട്ടോ എടുത്ത് അയാൾക്ക് അയച്ചു കൊടുത്തു. പിന്നെ വീണ്ടും ഇവര് നല്ലതായി. പിന്നെ ഇയാൾക്ക് ആഴ്ചയിൽ ഈ കുട്ടിയുടെ ഫോട്ടോ വേണമത്രേ. ഈ ഫോട്ടോ എടുക്കുമ്പോൾ കരഞ്ഞ് നിലവിളിക്കുന്ന ഈ പെൺകുട്ടിയുടെ വിഷമങ്ങൾ മനസ്സിലാക്കാതെ ആ ഉമ്മ ഫോട്ടോ എടുത്ത് അയച്ചുകൊണ്ടേയിരുന്നു. ആഴ്ചയിൽ ഒരു ഫോട്ടോ. ആ ഫോട്ടോ ആസ്വദിച്ച് കണ്ടാണ് അയാൾ അവിടെ കഴിയുന്നത്. എന്തൊരു ജന്മമാണെന്ന് നോക്കിയേ. അങ്ങനെ ഈ കുട്ടി 7-ാം ക്ലാസ്സിലെത്തി. 7-ാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് അയാൾ നാട്ടിലേക്ക് വരുന്നത്. അയാൾ ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് നേരെ വരുന്നത് ഇവരുടെ വീട്ടിലേക്ക് തന്നെയാണ്. അയാൾ വേറൊരു മാരീഡാണ്, അയാൾക്ക് ഫാമിലി ഉണ്ട്, 4 മക്കളുണ്ട്. പക്ഷെ അയാൾ നേരെ വരുന്നത് ഇന്ന് ഇവരുടെ വീട്ടിലേക്കാണ്. ഇത് ഉമ്മ മോളോട് പറഞ്ഞു, ഇങ്ങനെ ആള് വരുന്നുണ്ട് എന്ന്, നീ നാളെ സ്കൂളിലേക്ക് പോകണ്ട. കുട്ടി വിസമ്മതിച്ചുവെങ്കിലും അതിന് ഉമ്മ സമ്മതിച്ചില്ല. ഉമ്മയുടെ വാശിയും തല്ലും കാരണം ആ കുട്ടി അവിടെ നിന്നു. അയാൾ വന്ന് കണ്ടതും ഈ കുട്ടി ഒരേ കരച്ചിലായിരുന്നു. അങ്ങനെ ഉമ്മ ആ മകളോട് ചോദിച്ചു, എന്തിനാ മോളെ നീ കരയുന്നേ? നീ ഫോണിലൂടെ കാണുന്നതല്ലേ, ആദ്യമായിട്ട് കാണുന്നതൊന്നല്ലല്ലോ ഇങ്ങനെ കരയാൻ, അറിയാത്ത ആളൊന്നല്ലല്ലോ. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഉമ്മ അയാൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമ്മതിച്ചില്ലെങ്കിൽ ഉമ്മയുടെ വക തല്ല്, എന്നും പ്രശ്നങ്ങൾ. ഇതൊക്കെ എല്ലാം കാണുന്ന ഇവരുടെ ഏട്ടനുണ്ടായിരുന്നു പാവം.
അവനൊന്നും അറിയില്ല, അവനോടൊന്നും പറഞ്ഞില്ല. ഉമ്മ അവളെ തല്ലുമ്പോൾ അവൻ ചോദിക്കുമത്രേ, എന്തിനാ ഉമ്മ അവളെ തല്ലുന്നതെന്ന്. അവൾ ഭയങ്കര അഹങ്കാരിയാണ്, അവൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, അതിനുവേണ്ടിയാണ് തല്ലുന്നതെന്ന്. ഓ അങ്ങനെയാണോ? അതുകൊണ്ട് തന്നെ അവളുടെ കാര്യത്തിൽ ഇവൻ ഇടപെടാറില്ല. ഇയാൾ നാട്ടിലെത്തിയതും ആ 7ാം ക്ലാസ്സുകാരിയോട് ഇയാൾ കാണിച്ചത് ലൈംഗിക പീഡനമായിരുന്നു. ആ 7ാം ക്ലാസ്സുകാരിയെയും ആസ്വദിച്ചാണ് കുറച്ച് നാളുകൾ ഇയാൾ കഴിഞ്ഞത്. പാവം കുട്ടി ഇതാരോടെങ്കിലും ഒന്ന് പറയണമെങ്കിൽ ആരോട് പറയാനാണ്? സ്വന്തക്കാരും ബന്ധക്കാരുമൊക്കെ പ്രശ്നത്തിൽ കഴിയുകയാണ്. അങ്ങനെ സഹിച്ചും പൊറുത്തും ഈ മോള് എല്ലാത്തിനും വിസമ്മതിക്കുമ്പോൾ ഉമ്മ കയ്യും കാലും പിടിച്ചു വെച്ചു കൊടുക്കുമത്രേ. കരഞ്ഞ് കണ്ണുനീര് വരുമ്പോൾ ഉമ്മ തുടച്ചു കൊടുക്കുമത്രേ, മോളെ കരയണ്ട, കുറച്ച് സമയമല്ലേ ഉള്ളൂ എന്ന്. കുട്ടി ഒരുപാട് അനുഭവിച്ചു. 8ാം ക്ലാസ്സിലെത്തി, 10ാം ക്ലാസ്സിലെത്തി. ഇനി ഇതങ്ങ് മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്ന് ആ കുട്ടി തീരുമാനിച്ചു. 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ പാവം ആ കുട്ടിക്ക് എക്സാം ഒന്നും എഴുതാൻ കഴിയാത്തൊരവസ്ഥ. നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു, നല്ല മാർക്ക് വാങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു ആ കുട്ടി. പക്ഷെ ഒന്നിനും സാധിക്കുന്നില്ല. മാനസികമായും ശാരീരികമായും ആ പാവം ചെറിയ പ്രായത്തിലെ ആ കുട്ടി തളർന്നുപോയി. ആരും പറയാനോ ചോദിക്കാനോ ആരുമില്ല. പറയേണ്ടവരും ചോദിക്കേണ്ടവരും ഇന്ന് ശത്രുവായ അവസ്ഥയിൽ. ഞാൻ ചിന്തിക്കുകയാണ്, എന്താ ഇങ്ങനെയൊക്കെയെന്ന്. നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് വിശ്വാസം വരുന്നുണ്ടാവില്ല. ഞാൻ വിശ്വസിപ്പിച്ചു തരാം. ആ കുട്ടി തന്നെ നിങ്ങളോട് പറയുകയാണ്, കേട്ടു നോക്കൂ. സാരല്ല, ഒരു ഫോട്ടോ അല്ലേ, മുഖം കാണില്ലല്ലോ, ആളെ കണ്ടിട്ട് ഡിലീറ്റ് ആക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് ഉമ്മേനെ എൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. എൻ്റെ കയ്യും കാലും ഉമ്മ പിടിച്ചു കൊടുക്കുക ആൾക്ക്. ഞാൻ കരയുമ്പോൾ എൻ്റെ വായ പൊത്തി കൊടുക്കുക, കരയുമ്പോൾ കണ്ണീര് തുടച്ചു കൊടുക്കുക, തുടച്ചു തരിക. അതായത് ഇപ്പൊ കെയ്യും. ഇതാണ് അനുഭവം, ഇതാണ് ജീവിതം. ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ ചെന്ന് നോക്കിയാലേ അവരനുഭവിച്ച വേദനകളും യാതനകളും വിഷമങ്ങളും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പുറമേ നിന്ന് നോക്കുന്ന നമുക്ക് ആഹാ നല്ല കഥ, കഥയല്ല ജീവിതമാണ്. ആ കുട്ടിക്ക് പിന്നെ എന്ത് സംഭവിച്ചു എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. ആ കുട്ടി ഇന്ന് ഹാപ്പിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. 18 വയസ്സായി. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ആ കുട്ടി ഒരു തീരുമാനത്തിലെത്തി, ഇനി ഇത് അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവില്ല, എൻ്റെ ജീവിതത്തിന് തന്നെ ഭീഷണിയായിരിക്കുകയാണ്. ജ്യേഷ്ഠനോട് സംഭവങ്ങളൊക്കെ പറഞ്ഞു. പാവം അവൻ ഇത് ലോകത്തിൻ്റെ മുന്നിൽ എത്തിച്ചാൽ നമ്മൾ തനിച്ചായി പോവില്ലേ എന്ന് പെങ്ങളോട് ചോദിച്ചു. അവൾ ഒരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞു. എൻ്റെ ശരീരം വിറ്റ് ജീവിക്കാൻ എനിക്കിനാവില്ല എന്നൊരു തീരുമാനം അവൾ എടുക്കുകയായിരുന്നു. എല്ലാം തുറന്നു പറഞ്ഞു അവളുടെ ടീച്ചേഴ്സിനോട്. സത്യാവസ്ഥകളൊക്കെ ടീച്ചേഴ്സ് മനസ്സിലാക്കിയപ്പോൾ എല്ലാ കാര്യങ്ങളും പോലീസിനെ അറിയിച്ചു. എത്രയും പെട്ടെന്ന് നടപടിയെടുക്കുകയും ചെയ്തു. 2 പേരും ഇപ്പോൾ ജയിലിലാണ്, പോപ്സോ കേസിൽ. പാവം ആ ആൺകുട്ടിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് ഏറെ വേദനയായി പോകുന്നത്. അവൾ ഇന്നും പഠിക്കുകയാണ്, ഗവൺമെൻറ്റിൻ്റെ തന്നെ പല ഹോസ്റ്റലുകളിൽ. അവൾ ഇന്നും മിടുക്കിയായി വളരുകയാണ്. ആ കുട്ടിയെ സമ്മതിക്കുക തന്നെ വേണം. ഇടയ്ക്കൊക്കെ അവളുടെ താളം തെറ്റിയിട്ടുണ്ടായിരുന്നത്രേ. അന്ന് ഡോക്ടർക്ക് കാണിച്ച് ഉറക്കിൻ്റെ ഗുളിക കുടിക്കുമത്രേ. അങ്ങനെ പല അനുഭവങ്ങളും ആ കുട്ടിക്കുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മയും ഉമ്മയുടെ ഭർത്താവും ഇന്ന് ജയിലിലെ ഗോതമ്പ് ഉണ്ട തിന്നുകയാണ്. അവൾക്കൊരു രക്ഷകനായി ആരെങ്കിലും വരുമായിരിക്കും അല്ലേ? നമുക്ക് പ്രാർത്ഥിക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.